iOS 17.4 അപ്ഡേറ്റിലൂടെ ഐഫോണിൽ വന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ടെക്നോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ കാണാൻ പോകുന്ന ചെറിയൊരു മാറ്റം, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഹലോ സ്ക്രീൻ വരാറുണ്ട്. അങ്ങനെ ഹലോ സ്ക്രീൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുകളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പിക് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പിക്ചർ നിങ്ങൾക്കൊരു ചെറിയൊരു ഐക്കൺ പോലെ കാണാൻ കഴിയുന്നതാണ്. ഞാൻ അപ്ഡേറ്റ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിശദീകരിക്കുന്നത്. എന്നാൽ ഇത് വളരെ ചെറിയൊരു മാറ്റം മാത്രമാണ്. പ്രസക്തമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഇതിനകത്തുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ 3 മാറ്റങ്ങളെക്കുറിച്ച് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. എന്തായാലും പലർക്കും ഇഷ്ടപ്പെടാൻ പോകുന്നൊരു മാറ്റം നമുക്ക് ഫോണിലെ കോളർ സ്ക്രീനിലാണ്. നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ സേവ് ചെയ്യാത്ത ഒരാൾ നമ്മളെ കോൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കോൺടാക്ട് പോസ്റ്റർ സെറ്റ് ചെയ്യാതിരിക്കുന്ന ഒരാൾ നമ്മളെ വിളിച്ചു കഴിയുമ്പോൾ നമുക്കിതിനു മുമ്പേ ഒരു ഗ്രേ കളർ സ്ക്രീൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അതിന് പകരമായിട്ട് നമ്മൾ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇമേജിന്റെ ഒരു ബ്ലർഡ് ഇമേജ് ആയിരിക്കും നമുക്ക് കോളർ ഐഡി ആയിട്ട് ഇനി മുതൽ കാണുവാൻ കഴിയുന്നത്. ഇതുകൂടാതെ മറ്റൊരു മാറ്റം വന്നിരിക്കുന്നത് പുതിയൊരു വിഡ്ജറ്റ് ആഡ് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതേപോലെ ഒരു വിഡ്ജറ്റ് നമുക്ക് നേരത്തെ കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇതേ ഡിജിറ്റൽ ക്ലോക്കിന്റെ തന്നെ ഒരു സിറ്റി വിഡ്ജറ്റും കൂടെ നമുക്കിപ്പോൾ iOS 17.4 അപ്ഡേറ്റിലൂടെ ലഭ്യമാണ്. രണ്ടിന്റെയും വ്യത്യാസം ഞാനൊന്ന് വിശദീകരിക്കാം. ഇത് സാധാരണ ഒരു ക്ലോക്കാണ്. നമുക്കിവിടെ എഡിറ്റ് ഓപ്ഷൻ കാണാൻ കഴിയില്ല, അതായത് എഡിറ്റ് വിഡ്ജറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. എന്നാൽ ഇവിടെ ഈ ഒരു വിഡ്ജറ്റിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എഡിറ്റ് വിഡ്ജറ്റ് ഓപ്ഷൻ കാണാൻ കഴിയും. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺട്രി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ടൈം ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് വിദേശത്തായിരിക്കുന്നവരും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ ടൈം ഒക്കെ നോക്കി കോൾ ചെയ്യുന്നവരാണെങ്കിൽ ഇതേപോലെ 2 വിഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നത് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. iOS 17.4 അപ്ഡേറ്റിലൂടെ ചില പുതിയ ഇമോജീസ് നമ്മുടെ ഫോണിൽ ആഡ് ചെയ്തതായി കാണാൻ കഴിയും. ഇതൊക്കെയാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഇമോജീസ്. ഇതുകൂടാതെ ചില പീപ്പിൾ വിഡ്ജറ്റ് കൂടെ നമ്മുടെ ഫോണിൽ വന്നതായി കാണാൻ കഴിയും. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ചെറിയ റൈറ്റിംഗ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ഇമേജ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയും എന്തൊക്കെ ഇമോജീസ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഏകദേശം 10-18ഓളം പീപ്പിൾ വിഡ്ജറ്റും ഇതുകൂടാതെ മറ്റനേകം വിഡ്ജറ്റുകളും നമുക്ക് ഈ ഒരു അപ്ഡേറ്റിലൂടെ നമ്മുടെ ഐഫോണിൽ വന്നതായി കാണാൻ കഴിയും. ഇതുകൂടാതെ മറ്റൊരു മാറ്റം വന്നിരിക്കുന്നത് പോഡ്കാസ്റ്റ് ആപ്ലിക്കേഷനകത്താണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പോഡ്കാസ്റ്റ് ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ഓരോ പ്രാവശ്യം പ്ലേ ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഇങ്ങനെ പ്ലേ ആയി പോകുന്നതായി കാണാൻ കഴിയും. ഇതുകൂടാതെ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ നോക്കി നിങ്ങൾക്ക് മറ്റൊരു ഭാഗത്തേക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ അതും ഈ ഒരു അപ്ഡേറ്റിലൂടെ പോസിബിൾ ആണ്. ഇതുകൂടാതെ താഴത്തെ സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ച് ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്തുവാനും ഈ ഒരു അപ്ഡേറ്റിലൂടെ പോസിബിൾ ആണ്. പോഡ്കാസ്റ്റ് ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം, നമുക്കിവിടെ നേരത്തെ ലിസൺ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിന് ചെറിയൊരു മാറ്റം വന്ന് ഇപ്പോൾ ഹോം എന്ന് പറയുന്ന ഓപ്ഷനാണ് കാണാൻ കഴിയുന്നത്. ഇത് പോഡ്കാസ്റ്റ് ആപ്ലിക്കേഷനകത്ത് മാത്രമല്ല, 1-2 ആപ്ലിക്കേഷനകത്ത് ഇതേ മാറ്റം നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് മ്യൂസിക് ആപ്ലിക്കേഷനകത്തും ലിസൺ നൗ എന്ന് പറയുന്ന ടാബ് മാറ്റി അതിനെ ഹോം എന്ന് പറയുന്ന ഒരു പേജ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ. iOS 17.4 അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം, നമുക്ക് സെറ്റിംഗ്സിൽ മെസ്സേജ് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ താഴെയായിട്ട് മെസ്സേജ് ഫോർ ബിസിനസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. ഇതെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മെസ്സേജ് ഫോർ ബിസിനസ് പ്രൈവസി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. സാധാരണ ചില വെബ്സൈറ്റുകളിൽ പോലും നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില വെബ്സൈറ്റുകളിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബിസിനസ് അപ്ഡേറ്റ് നിങ്ങളുടെ ഫോണിൽ SMS ആയിട്ട് വരുന്നതായിരിക്കും. സാധാരണ iMessageൽ നിന്നോ അല്ലെങ്കിൽ നോർമൽ SMSൽ നിന്നോ വ്യത്യസ്തമായി അതിനൊരു ഗ്രേ കളർ ഷെയ്ഡ് ആയിരിക്കും ആ ഒരു മെസ്സേജസിന് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി അഥവാ നമുക്ക് അങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഇനി മുതൽ അപ്ഡേറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്താൽ മാത്രം മതി, ആ ഒരു മെസ്സേജ് പൂർണ്ണമായി പോകുന്നതായിരിക്കും. എന്തായാലും വാട്സാപ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ എന്തുമാത്രം സ്ഥാപനങ്ങൾ ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുമോ എന്നത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. കാരണം പല അപ്ഡേറ്റുകളും നമുക്കിപ്പോൾ ലഭിക്കുന്നത് വാട്സാപ്പിനകത്താണ്, SMS-ലൂടെയല്ല. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. കാരണം വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങൾ തരുന്ന ലൈക്കുകളും കമന്റുകളും മാത്രമാണ് ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മോട്ടിവേഷൻ. അത് മാത്രമല്ല, കൂടുതൽ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എന്നാലും ജോലിയുടെ ഇടയിലുള്ള ഇടവേളകൾ വളരെ കുറവായതുകൊണ്ടാണ് ഇപ്പോൾ പഴയതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത്. എന്തായാലും ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാൻ തീർച്ചയായിട്ടും ഇനി ശ്രമിക്കുന്നതാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് വീഡിയോയുടെ അടുത്ത ഭാഗത്തേക്ക് പോകാം. iOS 17.4 അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം, നമുക്ക് സെറ്റിംഗ്സിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പാസ് കീ ആക്സസ് ഫോർ വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. എന്താണ് പാസ് കീസ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് വിശദീകരിക്കാം. നമ്മൾ സാധാരണയായിട്ട് ഏതെങ്കിലും വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനകത്തോ പോകുമ്പോൾ നമ്മൾ അവിടെ ഒരു യൂസർ ID കൊടുക്കും, അതേപോലെ തന്നെ ഒരു പാസ്വേഡും കൊടുക്കും. എന്നാൽ ഈ ഒരു പാസ്വേഡ്
പാസ്വേഡ് എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായത്തെ എടുത്തു കളയുന്ന ഒരു പുതിയ രീതിയിലുള്ള സെക്യൂരിറ്റി ആക്സസ് ആണ് പാസ് കീ എന്ന് പറയുന്നത്. പാസ് കീ ആക്സസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിന്റെ ഫേസ് ഐഡി ഉപയോഗിച്ച് തന്നെ നമുക്ക് പാസ്വേഡ് ഇല്ലാതെ തന്നെ ആ ഒരു വെബ്സൈറ്റിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ്. വെബ്സൈറ്റ് മാത്രമല്ല ആപ്ലിക്കേഷനകത്തും നമുക്ക് അതേപോലെ ഒരു ആക്സസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും വെബ് ബ്രൗസേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിന്റെ പാസ് കീ ആക്സസ് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ലിസ്റ്റ് നമുക്ക് ഇനി മുതൽ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയാൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. iOS 17.4 അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം നമുക്ക് സെറ്റിംഗ്സിൽ ഫേസ് ഐഡി ആൻഡ് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ താഴെയായിട്ട് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. ഇത് കഴിഞ്ഞ അപ്ഡേറ്റിൽ വന്നൊരു പുതിയ ഫീച്ചർ ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ അപ്ഡേറ്റിനകത്ത് നമുക്ക് എവേ ഫ്രം ഫെമിലിയർ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ ഫോൺ മറ്റാരെങ്കിലും മോഷ്ടിച്ചെടുത്തു കൊണ്ടുപോയി നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് എന്തെങ്കിലും മാറ്റുവാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായി നിൽക്കുന്ന ഫെമിലിയർ ലൊക്കേഷൻസിൽ നിന്ന് അല്ല മറ്റേതെങ്കിലും ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സെറ്റിംഗ്സ് മാറ്റം ഫേസ് ഐഡി ഇല്ലാതെ മാറ്റാൻ കഴിയുകയില്ല. അത് മാത്രമല്ല ആ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ തന്നെയും ഏകദേശം 1 അവറിന്റെ ഡിലേയും ഉണ്ടാകും. എന്നാൽ അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉദാഹരണം നിങ്ങൾ സ്ഥിരമായിട്ടൊരു ജിമ്മിൽ പോകുന്നു. അപ്പോൾ നിങ്ങളുടെ ഫോൺ അതൊരു ഫെമിലിയർ ലൊക്കേഷനായിട്ട് അതിനെ ഡിസൈഡ് ചെയ്യും. നിങ്ങളുടെ ജിമ്മിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ ഫോൺ മോഷ്ടിച്ചെടുത്ത് ഏതെങ്കിലും ഒരു സെറ്റിംഗ്സ് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ ഫേസ് ഐഡി ഇല്ലാതെ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അല്ലെങ്കിൽ ഈ ഒരു സെക്യൂരിറ്റി ഡിലേയും ഉണ്ടാകുകയില്ല. എന്നാൽ അതിന് പകരമായിട്ട് നമുക്കിപ്പോൾ ഓൾവേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓൾവേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിലെ പല മാറ്റങ്ങളും അതായത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സെറ്റിംഗ്സ് മാറ്റങ്ങൾ നമ്മുടെ ഫോണിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ 1 അവർ ഡിലേ ഉണ്ടാകും. അത് മാത്രമല്ല നമ്മളോട് ഒരു ഫേസ് ഐഡിയും ചോദിക്കുന്നതാണ്. ഈ ഒരു ഫേസ് ഐഡി എനേബിൾ ആയില്ല എന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് നമുക്ക് ഇതിനു മുമ്പേ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതായത് സ്ക്രീൻ പാസ്വേഡ്. എന്നാൽ ഈ ഒരു സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ഐഡി ഇല്ലാതെ ആ ഒരു സെറ്റിംഗ്സിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഫേസ് ഐഡി തീർച്ചയായിട്ടും പല സെറ്റിംഗ്സ് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ആവശ്യമാണ്. അതുകൂടാതെ തന്നെ 1 അവർ സെക്യൂരിറ്റി ഡിലേയും ഉണ്ടാകും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം. എന്റെ റെക്കമെൻഡേഷൻ തീർച്ചയായിട്ടും ഓൾവേസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തന്നെയാണ്. iOS 17.4 അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം നമുക്ക് സെറ്റിംഗ്സിൽ ബാറ്ററി ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ iPhone 15 മുതലുള്ള ഫോണുകളിൽ ഇവിടെ നമുക്ക് ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷന് പകരം 2 ഓപ്ഷനായിട്ടായിരിക്കും വരുന്നത്. അതായത് ബാറ്ററി ഹെൽത്ത് എന്നുള്ളതും ചാർജിംഗ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന മറ്റൊരു സ്ക്രീനും. അത് നിങ്ങൾക്ക് ബാറ്ററി ഹെൽത്തിനെ കുറിച്ചുള്ള കൂടുതലുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ ഫോണിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്നതാണ്. ഇതേപോലെ iPhone 11, 12, 13 ആൻഡ് 14 ഫോൺ സീരീസുകളിൽ ഒറ്റ പേജ് മാത്രമായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിംഗ് എന്ന് പറഞ്ഞ്. അതിനകത്ത് നമ്മൾ സാധാരണയായി കാണുന്ന ഇൻഫോർമേഷൻസ് മാത്രമായിരിക്കും വരുന്നത്. എന്നാൽ iPhone 15 മോഡലിനകത്ത് ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു ടാബ് ഉണ്ടാവും. അതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മൾ ഇതിനു മുമ്പുള്ള ഫോണുകളിൽ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് നമുക്ക് ഫോണിൽ തന്നെ കാണാൻ കഴിയുന്നതാണ്. അത് മാത്രമല്ല മാനുഫാക്ചറിംഗ് ഡേറ്റ്, ഫസ്റ്റ് യൂസ് ഇങ്ങനെയുള്ള ചില ഓപ്ഷൻസും കൂടെ വരുന്നുണ്ട്. iOS 17.4 അപ്ഡേറ്റിലൂടെ ആപ്പിൾ വെളിപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു കാര്യം iPhone 14 മോഡൽ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഫോണുകളിൽ നമ്മുടെ ഫോണിന്റെ ബാറ്ററി സൈക്കിൾ 500 എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ബാറ്ററി ഹെൽത്ത് ഏകദേശം 80% എത്തിയിട്ടുണ്ടാവും. എന്നാൽ iPhone 15 സീരീസിനകത്ത് ഈ ഒരു സൈക്കിൾ കൗണ്ട് 1000 എത്തുമ്പോൾ മാത്രമാണ് ഐഡിയൽ കണ്ടീഷനകത്ത് നമ്മുടെ ഫോണിന്റെ ബാറ്ററി ഹെൽത്ത് 80% എത്തുന്നത്. അതായത് iPhone 14 സീരീസിന് അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഫോണുകളിൽ ഉള്ളതിനേക്കാളും നല്ലൊരു ബാറ്ററിയാണ് iPhone 15 സീരീസിൽ നൽകിയിരിക്കുന്നത് എന്നാണ് ഈ ഒരു കാര്യത്തിലൂടെ ആപ്പിൾ അവകാശപ്പെടുന്നത്. ഇതുകൂടാതെ മറ്റൊരു ചെറിയ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഫയൽസ് ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ ഈ ഒരു iCloudന്റെ ഗ്ലിഫ് ഇമേജ് നോക്കുകയാണെങ്കിൽ പഴയ ഇമേജിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് iOS 17.4 അപ്ഡേറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇതുകൂടാതെ ആപ്പ് സ്റ്റോറിന്റെ അക്കൗണ്ട്സ് പേജിൽ വന്നാലും ചില ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ മാറി ഇപ്പോൾ പർച്ചേസ് ഹിസ്റ്ററി എന്ന ആയിട്ടുണ്ട്. അതേപോലെ ആപ്സ് എന്ന് പറയുന്നതിന് പ്രത്യേകം ഒരു ഓപ്ഷൻ ഇവിടെ വന്നതായി കാണാൻ കഴിയും. ഈ ഒരു അപ്ഡേറ്റിലൂടെ മറ്റ് പ്രധാന 4 മാറ്റങ്ങൾ വന്നതായി കാണാൻ കഴിയും. അതിലൊരു മാറ്റം നമുക്ക് എല്ലായിടത്തും ലഭിക്കുന്നതാണ്. എന്നാൽ 3 മാറ്റങ്ങൾ നമുക്ക് യൂറോപ്യൻ യൂണിയനിൽ മാത്രം ലഭിക്കുന്ന കാര്യമാണ്. ഒന്നാമതായിട്ട് എല്ലായിടത്തും ലഭിക്കുന്ന കാര്യം എന്താണെന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഐഫോണിനകത്ത് ഒരു ഗെയിമിംഗ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ളത് ഈ ഒരു ആപ്പിൾ ആർക്കേഡ് മാത്രമാണ്, ഓൺലൈനായിട്ടൊക്കെ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ. എന്നാൽ ഇതിന് പകരമായിട്ട് ഒരുപക്ഷെ ഇനി നമുക്ക് പുതിയ ആപ്ലിക്കേഷനുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഗെയിംസിന് വേണ്ടിയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് പോലൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഗെയിംസ് കാണാൻ കഴിയും. അതുവഴിയൊക്കെ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ മാത്രം നിലനിൽക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. അതിലൊന്നാണ് സൈഡ് ലോഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് .apk ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ .apk ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷനായിട്ട് നമ്മുടെ ഫോണിൽ അത് വരുന്നതാണ്. ഏകദേശം അതേപോലെ തന്നെ ആപ്പിൾ ആപ്പ് സ്റ്റോറിന് പകരമായിട്ട് മറ്റ് ആപ്ലിക്കേഷൻ സ്റ്റോറുകളും യൂറോപ്യൻ യൂണിയനകത്ത് ഇനി മുതൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് മാത്രമല്ല ആപ്പ് സ്റ്റോറിൽ നിന്നല്ലാതെ മറ്റു സോഴ്സുകളിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് യൂറോപ്യൻ യൂണിയൻസിലുള്ള ഫോണുകളിനകത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത്.
രണ്ടാമതായിട്ട് നമ്മുടെ ഫോണിലുള്ള NFC ആപ്പിൾ പേയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന രീതിയിൽ ലോക്ക്ഡ് ആണ്. എന്നാൽ യൂറോപ്യൻ യൂണിയനിലുള്ള ഫോണുകളിനകത്ത് മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിനും ഈ ഒരു NFC യൂസ് ചെയ്യാനും ടാപ്പ് ടു പേ പോലുള്ള പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഒരു മാറ്റം എന്തായാലും ഇന്ത്യയിൽ വരികയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഫോണിനകത്ത് ക്രെഡിറ്റ് കാർഡൊക്കെ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു POS മെഷീനിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും അത് വരേണ്ടത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സൈഡ് ലോഡിങ്ങിനോട് എനിക്ക് വലിയൊരു യോജിപ്പില്ല. കാരണം സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം പിന്നെ നമ്മുടെ ഫോണിൽ ഒരിക്കലും ഉണ്ടാകുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമതായിട്ട് മറ്റൊരു മാറ്റം വന്നിരിക്കുന്നത്, ഇനി മുതൽ സഫാരി അല്ലാതെ മറ്റേതെങ്കിലും വെബ് ബ്രൗസറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പായിട്ട് ഉദാഹരണം നിങ്ങളുടെ ഫോണിൽ ക്രോം ഒക്കെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ആപ്പിളിന്റെ തന്നെ വെബ് കിറ്റ് യൂസ് ചെയ്യണം എന്നൊരു നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ യൂറോപ്യൻ യൂണിയനിലുള്ള ഫോണുകൾക്ക് അങ്ങനെ ആപ്പിളിന്റെ തന്നെ വെബ് കിറ്റ് യൂസ് ചെയ്യാതെ മറ്റുള്ള ബ്രൗസറുകൾക്ക് അവരുടെ കോഡ് ഉപയോഗിച്ചും ബ്രൗസേഴ്സ് ഇനി മുതൽ റൺ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതാണ് യൂറോപ്യൻ യൂണിയനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന 3 അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. എന്തായാലും iOS 17.4 അപ്ഡേറ്റിലൂടെ ഐഫോണിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പെട്ടെന്നൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.